നമുക്കിന്നൊരു ലൈറ്റിംഗ് ഡിസൈൻ ഓഫ് എ വർക്ക്ഷോപ്പ്, കാർ വർക്ക്ഷോപ്പിൻ്റെ ഒരു ലൈറ്റിംഗ് ഡിസൈൻ നോക്കാം. ഒരു വലിയ കാർ വർക്ക്ഷോപ്പാണ് ഇത്. ആക്ച്വലി നമ്മൾ ചെയ്യുന്നൊരു ലൈവ് പ്രോജക്റ്റാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രോജക്റ്റ് ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. കാർ ഒരു പ്രശസ്തമായ ഒരു കമ്പനിയാണ്, കാർ കമ്പനിയുടെ ഒരു വർക്ക്ഷോപ്പാണ്. അപ്പോൾ അവിടെ വേരിയസ് കാറിൻ്റെ പലതരം വർക്ക്സുകളൊക്കെ അവിടെ നടക്കുന്നു. അതായത് അതിൻ്റെ പെയിൻറ്റ്, ഇപ്പോൾ വർക്ക്ഷോപ്പാണല്ലോ, അപ്പോൾ നമുക്ക് പല പ്രശ്നങ്ങൾ വന്നുള്ള ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ചെക്കപ്പുകൾ നടത്തും. അപ്പോൾ അതിൻ്റെ അകത്ത് സ്പെയർ പാർട്സ് മാറ്റൽ, അതിപ്പോൾ ഈ കാറ് പൊക്കി വയ്ക്കാനൊക്കെയുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വർക്കിംഗ് ഏരിയാസ് ഉണ്ട് അവിടെ. അതുകൂടാതെ ഈ കാറിൻ്റെ ഫുൾ പെയിൻറ്റിങ്ങും റീപെയിൻറ്റിങ് ഒക്കെ ചെയ്യാനുള്ളതും, ബാക്കി അങ്ങനെ കാർ വാഷിങ് ചെയ്യാനുള്ളതും, അങ്ങനെ പല പല ഐറ്റംസ് ഉള്ളൊരു വലിയൊരു പ്രോജക്റ്റാണ്. അറൗണ്ട് നമുക്ക് ഒരു 60-70 കിലോ വാട്ടിൻ്റെ അത്രയും പവർ യൂസ് ചെയ്യേണ്ട അപ്രോക്സിമേറ്റ്ലി വരുന്നൊരു വലിയൊരു പ്രോജക്റ്റാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമ്മളതിൽ ലൈറ്റിംഗ് ഡിസൈൻ, അതിൽ ഓഫീസ് പാർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ വർക്കിംഗ് ഏരിയയുടെ ലൈറ്റിംഗ് ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൈറ്റിംഗ് ഡിസൈനിൽ നമ്മൾ ഇതിൻ്റെ ഒരു കോമൺ ഏരിയ, ഈ പറഞ്ഞ വർക്ക്ഷോപ്പിൽ കാറ് പണിയാൻ ഉദ്ദേശിക്കുന്ന കോമൺ ഏരിയയുടെ പാസേജിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് തന്നേക്കുന്നത്. പാസേജ് ഏകദേശം 100 മീറ്ററോളം നീളമുള്ളതാണ്. അതിൻ്റെ വിഡ്ത്ത് ഒരു 4.5 മീറ്റേഴ്സാണ്. പിന്നെ ഇതൊരു വലിയ വർക്ക്ഷോപ്പാണ്. അപ്പോൾ ഭയങ്കര വലിയ സീലിംഗ് ഒക്കെയാണ്. അതായത് താഴത്തെ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഹൈറ്റൊക്കെ ഒരു 9 മീറ്ററോളമൊക്കെ ആവറേജ് വരും. ടോട്ടൽ ഹൈറ്റ് ഒരു നമ്മുടെ ഒരു ചെരിഞ്ഞ ടൈപ്പ് ഉള്ളൊരു മേൽക്കൂരയാണ്, ഷീറ്റൊക്കെ ഇട്ടുള്ളൊരു മേൽക്കൂരയാണ്. അപ്പോൾ നമ്മൾ ലൈറ്റ് തൂക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു 5 മീറ്റർ മുകളിൽ നിന്ന് 5 മീറ്റർ താഴത്തേക്ക്. അപ്പോൾ ബാക്കി ആ ഒരു ഹൈറ്റിലേക്ക് നമ്മൾ ലൈറ്റ് തൂക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് സീലിംഗ് ഹൈറ്റ് എന്ന് ഉദ്ദേശിച്ച് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് എന്താണ് ആവശ്യമുള്ള ടോട്ടൽ ഏരിയ ആണ് എവിടെ ലൈറ്റ് റിക്വയർമെൻറ്റ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ 100x4.5 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഏരിയ 450 മീറ്റർ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇലുമിനൻസ് റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട് മിനിമം 350+ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് നാഷണൽ ബിൽഡിംഗ് കോഡിൽ ടേബിൾ 4 നോക്കിയാലും, ടേബിൾ 4 ഈ വർക്ക്ഷോപ്സ് അങ്ങനെയുള്ള ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 500 ആ റേഞ്ചിലൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്തും കിടക്കുന്നത്. 200 to 500 ആ റേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് ആയിട്ടുള്ളൊരു 400-ൽ ഞാനങ്ങ് പിടിക്കുകയാണ്. 400 ലക്സ് എന്നുള്ള രീതിയിൽ ഞാൻ പിടിക്കുകയാണ്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ ഫോളോ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നു. നമ്മളൊരു വലിയൊരു ലൈറ്റ് ഫിക്സ്ചറിലേക്ക്, അതായത് വിത്ത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഏകദേശം എത്ര സൈസ് ഓഫ് ലൈറ്റ് വേണ്ടി വരും എന്നുള്ള നമ്മൾ ഏകദേശം ഒരു ആവറേജ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്നു. അപ്പോൾ അത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ടോട്ടൽ ലൂമൻസ് അനുസരിച്ച് കാറ്റലോഗിൽ സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ കാറ്റലോഗിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് വിപ്രോൻ്റെ ഞാൻ ഒരു കാറ്റലോഗിന് എടുത്ത് നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് വിപ്രോ വെർജിൽ LED ഹൈ ബേ എന്ന് പറഞ്ഞൊരു ലൈറ്റ് കണ്ടു. മോഡൽ 25,000 ലൂമൻസാണ് അതിൻ്റെ ഔട്ട്പുട്ട്. പവർ കൺസംഷൻ 200 വാട്ട്സും പിന്നെ ബീം ആംഗിൾ എന്നൊക്കെ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എഫിക്കസി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. നമുക്ക് ആക്ച്വലി ഇതിൽ ലൂമൻസാണ് മെയിൻ നമ്മുടെ കൺസേൺ. വാട്ട്സും കാര്യങ്ങളൊക്കെ ബാക്കി ലോഡ് കാൽക്കുലേഷൻ അങ്ങനത്തെ കേസുകളിലേക്കാണ് നമ്മളവിടെ കൺസേൺ ആവേണ്ട ആവശ്യമുള്ളൂ. ഇവിടുത്തെ കേസിൽ 25,000 ലൂമൻസാണ് നമ്മുടെ ഇത് തരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഡിസൈൻ കൺസിഡറേഷനിൽ മെയിൻ്റെനൻസ് ഫാക്ടർ, ഇത് അതിൻ്റെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉദ്ദേശിച്ച ലൈറ്റുകൾ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ മെയിൻ്റെനൻസ് ഫാക്ടർ കൺസിഡർ ചെയ്യണം. പിന്നെ ഡിപ്രിസിയേഷൻ, റൂം ഇൻഡെക്സ്, അതായത് റൂമിൻ്റെ ഹൈറ്റ്, വിഡ്ത്ത്, അതൊക്കെ പ്രകാരമുള്ളൊരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ, അതായത് ഇവിടെ നമുക്ക് സർഫസിൽ നിന്ന് റിഫ്ലക്ഷനൊക്കെ കിട്ടിയിട്ട് നമുക്ക് ലൈറ്റ് കുറച്ചും കൂടി വെളിച്ചം വരുമോ ഇല്ലയോ എന്ന് അറിയാനുള്ളൊരു മാധ്യമം മാത്രമാണ് ഈ കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ. അപ്പോൾ ഇവിടുത്തെ ഒരു വർക്ക് അനുസരിച്ച് അവിടെ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തൊക്കെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ 0.5 ഒക്കെ ആ റേഞ്ചാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഇനി കാൽക്കുലേഷനിലേക്ക് നമുക്ക് പോവാം. ടോട്ടൽ ലൂമിനസ് ഫ്ലക്സ് റിക്വയർഡ് എന്ന് പറയുമ്പോൾ 400 × 450, അതായത് ലക്സ് ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൂമൻസ് കിട്ടും. അതിൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സ്, നമ്മുടെ റൂം ഇൻഡെക്സും അല്ലെങ്കിൽ മറ്റേ നമ്മുടെ നേരത്തെ കണ്ട മെയിൻ്റെനൻസ് ഫാക്ടർ, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ അതൊക്കെ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് വേണ്ടത് 4,80,000 ലൂമൻസാണ് വേണ്ടതെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ഒരു
ഫിക്സ്ചർ, ഒരു ലൈറ്റ് ഫിക്സ്ചർ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ലൈറ്റ് ഫിക്സ്ചർ 25,000 ലൂമൻസ് വരെ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 20 എണ്ണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു വെട്ടം കിട്ടും. അതായത് അത് കണ്ടുപിടിച്ച രീതി നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ടോട്ടൽ വേണ്ടത് 4,80,000 ലൂമൻസാണ്. നമുക്ക് ഒരു ലൈറ്റിൽ നിന്ന് 25,000 കിട്ടും. അപ്പോൾ എത്ര ലൈറ്റ് വേണം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 4,80,000 ഡിവൈഡ് ബൈ 25,000, അപ്പോൾ 19 പോയിൻറ്റ് സംതിങ് കിട്ടും. അതിനെ ഞാൻ റൗണ്ട് ചെയ്ത് 20 ആക്കി എടുത്തിട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ എണ്ണം നമുക്ക് കിട്ടി. ഇനി ഇതിനെ എത്ര ഇതിൽ സ്പേസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു സിമ്പിൾ കണക്കാണ്. നമുക്ക് കാണാൻ വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ 100 ഡിവൈഡ് ബൈ 20, അപ്പോൾ ഒരു 5 മീറ്റർ ഗ്യാപ്പിൽ സ്പേസ് ചെയ്യണമായിരിക്കും നല്ലത്. പിന്നെ ലെങ്ത് വൈസ്, പിന്നെ സ്പേസിങ് അക്രോസ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഒരു 4.5 മീറ്റർ പാസേജാണ്. അപ്പോൾ നമുക്കൊരു 6.25 ആ റേഞ്ചിൽ നമുക്ക് അത് സ്പേസ് ചെയ്താൽ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ മൊത്തത്തിൽ അതിൻ്റെ ബീം ആംഗിളൊക്കെ വെച്ച് അതിൻ്റെ അകത്ത് ഈ എക്രോസ് വിഡ്ത്തുള്ളത് നമുക്ക് നമ്മുടെ അവിടുത്തെ സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് കുറച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് ക്ലോസ് ചെയ്ത് വെക്കണമായിരിക്കും. ഞാനിപ്പോൾ ആ സൈറ്റിൻ്റെ ഒരു ആസ്പദമാക്കിയിട്ട് പറയുകയാണെങ്കിൽ അവിടെ പാസേജ് 4.5 ഉള്ളൂ. അപ്പോൾ കുറച്ച് ക്ലോസ് ആക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാൻ റഫ്ലി സ്പീക്കിംഗ് നമ്മളൊരു ജസ്റ്റ് ഒരു പാസേജ് പോലെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംഭവം വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവറേജ് ആവറേജ് നമ്മൾ അവിടെ ലക്സ് മീറ്ററൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 400 ലക്സ് കിട്ടും ഈ ഒരു രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ.